ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇന്ന് എന്ത് എനർജിയിലാണ് നിങ്ങൾ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ പേജ് ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്, ടെൻ ഓഫ് പെന്റക്കിൾ, ഫുൾ കാർഡ്, എയ്റ്റ് ഓഫ് വാൺസ്. ബോട്ടം വന്നിട്ടുള്ളത് എയ്റ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ പൊതുവേ ഇന്ന് നിങ്ങൾക്ക് വളരെ ഉന്മേഷവും ഉത്സാഹവും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷയോടെ ഇന്ന് എന്തൊക്കെയോ കാര്യങ്ങളിൽ പ്രതീക്ഷയോടെ എന്തോ കാര്യങ്ങൾ തുടങ്ങുന്നു. നിങ്ങൾ ആരെയൊക്കെയോ കാത്തിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇന്ന് നിങ്ങൾ ഏതോ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, എന്ന് നമ്മൾ കാണാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അങ്ങനെ വളരെ പ്രതീക്ഷയിലിരിക്കുന്നു എന്നാണ് കാണുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ ഫ്രീ ആകുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ചില ഭയങ്ങളിലായിരിക്കാം. എന്തോ ഒരു കാര്യം നിങ്ങൾ ഭയപ്പെട്ടിരുന്നെങ്കിൽ, നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിരുന്നെങ്കിൽ ആ ഭയമൊക്കെ നിങ്ങൾ മാറ്റി നിങ്ങൾ ശരിക്കും ഫ്രീ ആകുന്നുണ്ട്. ചിലപ്പോൾ ചില ട്രാപ്പിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ ചില അലസതയും മടിയും അങ്ങനെയുള്ളൊരു കാര്യത്തിൽ നിന്നായിരിക്കാം. അപ്പോൾ അതൊക്കെ മാറി നിങ്ങളൊരു പുതിയ ആളാകാൻ തീരുമാനിക്കുന്നുണ്ട് എന്നാണ് ഇതിലെ ബോട്ടം പറയുന്നത്. പിന്നെ കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പോൾ ശരിക്കും നിങ്ങളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നു ആണ് കാണുന്നത്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ചിലപ്പോൾ കുറേ ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു കാര്യത്തിനൊരു സോൾവ് ആകുന്ന തരത്തിലുള്ള എന്തോ ഒരു സംഗതി ഇന്നേ ദിവസം ഉണ്ടാകുന്നു. അപ്പോൾ ഇത് എല്ലാവരുടെയും എനർജി അല്ല കേട്ടോ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ലോണോ ചിട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ അത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലുമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കാൻ പോകുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന എന്തൊക്കെയോ കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങളെ ചിലപ്പോൾ നിങ്ങൾ ഈ ബിസിനസ്സിനെ കുറിച്ച് തന്നെ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യമായിരിക്കാം ഈ ഒരു ബിസിനസ് തുടങ്ങണം എന്ന്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യം നിങ്ങളുടെ റിയാലിറ്റിയിലോട്ട് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ ചില ബാല്യകാല സുഹൃത്തുക്കളെ കാണാൻ പറ്റും എന്ന് കാണുന്നുണ്ട്. പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഒരുപാട് സ്നേഹമുണ്ടായിരുന്ന നിങ്ങളുടെ പഴയ കൂട്ടുകാർ നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു കോളോ മെസ്സേജോ അങ്ങനെയൊക്കെ വരുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് എന്തോ ഒരു കാര്യം പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് പഠിക്കാൻ പോകുന്ന ഒരു ഇത് കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഒരു റിലേഷൻഷിപ്പാണ് ഇത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുത്ത ഒരു റിലേഷൻഷിപ്പ് എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു എന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണെന്ന് കാണുന്നുണ്ട്. ശരിക്കും ചിലപ്പോൾ ഇന്നലെ നിങ്ങൾ ഉറങ്ങിയിട്ട് പോലും ഉണ്ടായിരിക്കില്ല. ആ പുതിയൊരു കാര്യം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ച്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്നൊരു നിമിഷമാണ് നിങ്ങളിലേക്ക് വരുന്നതെന്ന് കാണുന്നുണ്ട്. ശരിക്കും ഒരു പ്രണയത്തോടു കൂടി ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രണയത്തോടു കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അതിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ടെൻ ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഇപ്പോൾ ഇന്നേ ദിവസം ഇപ്പോൾ കിങ് ഓഫ് പെന്റക്കിളും പേജ് ഓഫ് പെന്റക്കിളും ടെൻ ഓഫ് പെന്റക്കിളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് നിങ്ങൾക്കൊരു
അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് കേട്ടോ ഈ ഒരു സമയം. നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യത്തിനുള്ള, നിങ്ങൾ എത്ര ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാരായാലും അത്യാവശ്യത്തിനുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ വരുന്നൊരു ദിവസമാണ്. അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഫാമിലി ആയിട്ട് എന്തെങ്കിലും കാര്യത്തിന് ചിലവിടാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ ചിലവിടാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ അതൊരു വീട് വെക്കാനുള്ള ഒരു പ്ലാനിങ്ങിനായിരിക്കാം, ഒരു വണ്ടി വാങ്ങിക്കുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഗോൾഡ് വാങ്ങിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് നിങ്ങൾ ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നതെന്ന് കാണുന്നുണ്ട്. ഫുൾ കാർഡാണ്, പുതിയ തുടക്കമാണ്. നിങ്ങൾ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പഴയ ആ ഒരു ലൈഫിൽ നിന്നും കുറച്ച് പാഠങ്ങളൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ പുതിയൊരു ലൈഫ് തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇതൊരു പാസ്റ്റിലെ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഉള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിന്ന് നിങ്ങൾ ആ ഒരു ബ്രേക്കപ്പ് ആയിരുന്ന ആ ഒരു കാര്യം ഫുള്ളി നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോയി ഇരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അവരുടെ സോൾ കണക്ഷൻ ഉള്ള ഒരാളുമായിട്ട് അവരെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നു, ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു. അത് ചിലപ്പോൾ ഒരു മാരേജിലൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. ഇത് ചെറിയ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവരും ഒരു ചിലപ്പോൾ കൂടെ പഠിക്കുന്ന ആരെങ്കിലും ആയിരിക്കും, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. ഇത് ബ്രേക്കപ്പായി പോയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് ഈ ഒരു വ്യക്തിയെ തിരികെ എടുത്തതാണ് എന്ന് കാണുന്നുണ്ട്. പിന്നെ 8 ഓഫ് വാൻഡ്സ് ആണ്. വളരെ ക്വിക്കായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. എന്തൊക്കെയോ കാര്യങ്ങൾ വളരെ സ്ലോ ആയിരുന്നു, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കുറേയധികം കാര്യങ്ങൾ സ്ലോയിലാണ് വന്നുകൊണ്ടിരുന്നതെങ്കിൽ, ചില സ്ഥലങ്ങളിലൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ ബ്ലോക്കൊക്കെ മാറിയിട്ട് പല കാര്യങ്ങളും സ്പീഡാകുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ അത് ബിസിനസ് ഭയങ്കര ഡള്ളായിരുന്ന ആൾക്കാർക്കാണെങ്കിൽ ബിസിനസ് നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നു, അതിലൂടെ നിങ്ങൾക്ക് ധാരാളം കാശ് കിട്ടുന്നു. ഇനിയുള്ള സമയം ബിസിനസ്സിൽ പ്രോഗ്രസ് ഉണ്ട് എന്നാണ് കാണുന്നത്. ചില ആൾക്കാർക്ക് അത് ബിസിനസ് തുടങ്ങുന്നവരാണെങ്കിൽ അതിൽ ചിലപ്പോൾ കുറച്ചുകൂടി പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയും കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചധികം കാര്യങ്ങൾ പിന്നീട് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു വണ്ടി വാങ്ങിക്കാൻ, അത് കുറച്ച് കഴിയട്ടെ വണ്ടി വാങ്ങാമെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് പെട്ടെന്നൊരു വണ്ടി വാങ്ങിക്കാൻ തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്ഥലം വാങ്ങാനുള്ള ആണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ലക്ക് പോലെ ഒരു സ്ഥലം കിട്ടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഒരു എനർജി വളരെ പോസിറ്റീവാണ്, വളരെ ഹാപ്പിയാണ് ഇന്നേ ദിവസം നിങ്ങൾ. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കാം വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നെത്തിയത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ വളരെ സംതൃപ്തരാണ് എന്ന് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഓറക്കിൾ കാർഡ്സ് കൂടി നോക്കാം. ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ബാലൻസ് ആണ്, ജസ്റ്റിസ്, യൂണിവേഴ്സ്, വേൾഡ് കാർഡാണ്, സോളിറ്റ്യൂഡ്, ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഹാർട്ട് അറ്റാക്ക് ആൻഡ് ലോസിൽ നിന്നും നിങ്ങൾക്ക് ഇത്രയും കാലം ശരിക്കും ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിച്ചിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഒരു പുതിയ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക്, പുതിയ പ്രതീക്ഷകളാണ് നിങ്ങളിലേക്ക് വരുന്നതെന്നാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് അത് അറിയാമായിരിക്കാം. ഇന്നുകൂടി കുറച്ച് കാർഡ്സ് എടുത്ത് നമുക്ക് നോക്കാം. ഓൾ വന്നിട്ടുണ്ട്, ഗുഡ് അഡ്വൈസ് ഫ്രം എ വൈസ് പേഴ്സൺ വന്നിട്ടുണ്ട്, വൈൻ, സ്റ്റഫ്, ഡോഗ്, സങ്കാട് വന്നിട്ടുണ്ട്, പിന്നെ നോക്കാം. ബാലൻസ് ആണ്. അപ്പോൾ
ഇതില് ഇത് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്ന ഒരു സമയമാണ് കേട്ടോ. ഇത് ടെമ്പറൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് മാലാഖമാരുടെ ഒരു അനുഗ്രഹമുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഏഞ്ചൽസിനെ പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം എന്ന് കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഏഞ്ചൽസിനെ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഇടയ്ക്ക്. നിങ്ങൾക്കത് ഏഞ്ചൽസ് ആണെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ മിഖായൽ, മാലാഖ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പോൾ ആർക്കേഞ്ചൽ മൈക്കിൾ എന്നൊക്കെ പറയുന്ന അതുപോലെ ആ മാലാഖമാരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ കുറേ കാലം കൊണ്ട് ഇങ്ങനെ വിളിച്ചൊക്കെ കരഞ്ഞിട്ടുണ്ടായിരിക്കാം, എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഇത് ഒന്നും നടക്കാത്തതെന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് മാലാഖമാർ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുമായിരിക്കാം. നിങ്ങളുടെ കൂടെ ആരോ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഒരു ഏഞ്ചലിക് പ്രെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾ മാലാഖമാർ നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കുന്നു, നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്ത ആൾക്കാർ നിങ്ങളത് അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളത് പ്രാർത്ഥിക്കണം, മാലാഖമാരെ പ്രാർത്ഥിക്കണം എന്ന് കാണുന്നുണ്ട്. യൂണിവേഴ്സാണ്. അപ്പോൾ ഇത് വേൾഡ് കാർഡാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുന്നതിന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തികൾ നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നു. ആ സഹായിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം, എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനകൾ മാത്രം കേൾക്കാത്തത്, അപ്പോൾ എനിക്ക് ഒരുപാട് ട്രബിൾസ് ജീവിതത്തിൽ തരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരമാണ് നിങ്ങൾക്ക് ആ സപ്പോർട്ടും നിങ്ങൾക്ക് അവരുടെ ഗൈഡൻസും ഒക്കെ കിട്ടുന്നു. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ചില ആൾക്കാർക്ക് എന്തെങ്കിലും കടബാധ്യതകളാണ് തീർക്കണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ആ ബാധ്യതയൊക്കെ തീർക്കുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർ വീടൊക്കെ വിറ്റിട്ട് കടം തീർത്ത ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ വീടില്ലാതിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് വീടൊക്കെ വെക്കാൻ ഒരു പ്ലാനിങ് നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നു. ആ ഒരു സപ്പോർട്ട് ഈ ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ചില ആൾക്കാർക്ക് അവർ പുറത്തേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതിനുള്ള ഒരു സമയമാണ് ഇത്. അത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കുക, അതിനുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതം ഒരു ഫുൾഫില്ലായ ഒരു തോന്നലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങൾ ഒരുപാട് സോളിറ്റ്യൂഡാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഈ പ്രാർത്ഥനകളാണ് നിങ്ങൾക്ക് ഇതായിട്ട് വന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു വീടിന് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പം ചില ആൾക്കാർ ഇത് അസുഖങ്ങൾ വന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ അസുഖങ്ങൾ മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കും എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. അവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് എത്തുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ പ്രാർത്ഥനകളൊന്നും മുടക്കരുതെന്നാണ്. സോളിറ്റ്യൂഡാണ്. അപ്പം പ്രാർത്ഥനകളൊന്നും മുടക്കരുത്. അത് ഇപ്പം ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായാലും അവരവരുടേതായ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ചെയ്യുക. അതിൻ്റെ ഫലം ഉണ്ടാകും എന്നാണ് കാണുന്നത്. പിന്നെ ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഒരു വളരെ വലിയ ചേഞ്ചസ് ആണ്. ഫിനാൻഷ്യലി മാത്രമല്ല, എല്ലാ കാര്യത്തിലും. ഇപ്പം മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു. വീടാകട്ടെ, വണ്ടിയാകട്ടെ, അല്ലാതെ വേറെ എന്ത് കാര്യമാണോ നിങ്ങൾ ഈ സമയത്ത് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. നിങ്ങൾ ചിലപ്പോൾ കുറേ കാലം കൊണ്ട് ഇത് ആഗ്രഹിച്ചു തരുന്ന കാര്യമായിരിക്കാം. പക്ഷെ അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സഫറിങ്ങിനുള്ള ആ ഒരു ഫലം ദൈവം തരുന്നുണ്ട്. നിങ്ങൾ ഇത്രയും കാലം സഫർ ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ
ആ ഒരു സഫറിങ്സിനെല്ലാം ഫലമുണ്ടാകുന്നു, നിങ്ങൾക്ക് റിവാർഡ് കിട്ടുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ എത്രമാത്രം പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അതിന് അത്രയും സെയിം ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ആ റിവാർഡും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, അതിലൊന്നും ഒരു വിഷമവും വിചാരിക്കേണ്ട എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദരിക്കപ്പെടുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ചിലപ്പോൾ ചില പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ നല്ല മെറിറ്റിൽ തന്നെ എന്തെങ്കിലും ഒരു കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ടെസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല റാങ്കിൽ അത് കിട്ടാനും സാധ്യതയുണ്ട്, അങ്ങനെയും കാണുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. യൂണിക്കോൺ ആണ്. യൂസർ ഇൻഡ്യൂഷൻ ടു മേക്ക് ബെനിഫിഷ്യൽ ചേഞ്ചസ്. നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഉപയോഗിക്കണം എന്നാണ് കാണുന്നത്. ഈ മാലാഖമാരൊക്കെ നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷനിലൂടെ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇൻഡ്യൂഷൻസിനെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയരുത്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾ ഉപയോഗിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾ അർഹിക്കുന്നത് പോലെയുള്ള ചേഞ്ച് നിങ്ങൾക്ക് വരുള്ളൂ, അല്ലെങ്കിൽ ഒരു നല്ല ചേഞ്ച് നിങ്ങൾക്ക് വരുള്ളൂ എന്ന് കാണുന്നുണ്ട്. ഓൾഡർ വുമനാണ്. ഡീലിങ്സ് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് ആൻ ഓൾഡർ വിമൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ലേഡി ആയിരിക്കും, കുറച്ച് പ്രായമുള്ള ഒരു ലേഡിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർ നിങ്ങൾക്ക് നല്ല അഡ്വൈസും ഗൈഡൻസും ഒക്കെ തരുമായിരിക്കാം. അപ്പോൾ അത് അങ്ങനെ കാണുന്നുണ്ട്. ബോയ് ആണ്. യു ആർ ഹൈലി തോട്ട് ഓഫ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം എന്തായാലും നിങ്ങൾ അത് ലൈഫിൽ കൊണ്ടുവരാനുള്ള കഴിവുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ ചിന്തിച്ച് അങ്ങ് കളയുന്നത് പോലെയല്ല, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം, അത് ഇവിടെ കണ്ടല്ലോ, മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും എന്നാണ് കാണുന്നത്. ഓൾ വന്നിട്ടുണ്ട്. ഓൾ ഗുഡ് അഡ്വൈസ് ഫ്രം എ വൈസ് പേഴ്സൺ വന്നിട്ടുണ്ട്. അപ്പം അതാണ് ഈ ഓൾഡർ വുമനും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു നല്ല അഡ്വൈസ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾക്ക് അഡ്വൈസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഇതൊരു ഓൾഡർ വിമൻ എന്ന് പറയുന്നത് ഓൾഡർ മെന്നും ആകാം. അങ്ങനെ നിങ്ങൾക്കൊരു അഡ്വൈസ് കിട്ടുന്നു, അത് നിങ്ങൾ സ്വീകരിക്കണം എന്നാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ഏഞ്ചൽ സപ്പോർട്ട് പോലെ നിങ്ങൾക്ക് കിട്ടുന്നൊരു കാര്യമായിരിക്കാം, അതിനെ അവഗണിക്കരുത് എന്നാണ് കാണുന്നത്. റത്താണ്. വ്രത്ത് വന്ന സോറോ ഓറലോസ്. അപ്പം നിങ്ങൾ പാസ്റ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു നഷ്ടത്തിൽ നിങ്ങൾ വിഷമിച്ചിരുന്നു എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇന്നൊരു നഷ്ടം സംഭവിച്ച് അതിലൊരു വിഷമം വരാൻ സാധ്യതയാണ്. അപ്പം നമുക്ക് രണ്ടു തരത്തിലും അതെടുക്കാൻ. ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കാര്യം, പ്രഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതിലൊരു വിഷമം വരും. അപ്പോൾ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ച് ഒരു വിഷമം ചില ആൾക്കാർക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വൈനാണ്. സീക്രട്ട് ഇൻഫർമേഷൻ ദാറ്റ് വിൽ ഹെൽപ്പ് യു. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കൂടുതൽ അത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം എന്നാണ്. നിങ്ങൾ പെട്ടെന്ന് തീരുമാനം എടുക്കരുത്. അത് നിങ്ങളെ സഹായിക്കുന്ന ഇൻഫർമേഷൻ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടും എന്ന് കാണുന്നുണ്ട്. ഫെയർ വുമൻ ആണ്. ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ വിമൻ വിത്ത് ബ്ലോണ്ട് ഗ്രേ ഹെയർ ഓർ വൈറ്റ് ഹെയർ. അപ്പോൾ അങ്ങനെ ഒരു വൈറ്റ് ബ്ലോണ്ടുള്ള ഒരു വിമനുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവരിന്ന് കണ്ടുമുട്ടുമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് അവരുമായിട്ടൊരു ഡീലിങ്സ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അതൊരു ബിസിനസ് ഡീലിങ്സ് ആയിരിക്കാം, അങ്ങനെയും കാണുന്നുണ്ട്. പിന്നെ സൺ കാർഡാണ്. ഹാപ്പിനെസ് ആൻഡ് വെൽബീയിങ് ആണ്. അപ്പോൾ സുഖവും സൗഖ്യമാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസം. ഓവറോൾ എനർജി എന്ന് പറയുമ്പം നിങ്ങൾക്ക് സന്തോഷവും സുഖവും സമാധാനവും ഒക്കെ എന്തായാലും ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ സൺ കാർഡ് വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സൂര്യൻ ഉദിച്ചു എന്നാണ് കാണുന്നത്. സ്റ്റഫാണ്. അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർക്കെങ്കിലും നിങ്ങളുടെ ഈ സമയം ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങളൊന്ന് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ കെയർ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ
ഒന്ന് കെയർ ചെയ്യുക. പിന്നെ നേരത്തെ നമ്മൾ ഒരു നഷ്ടം വരും എന്നും കണ്ടല്ലോ, അപ്പോൾ അതും നോക്കുക. ഡോഗാണ് പ്രൊട്ടക്ഷൻ ഫ്രം എ പവർഫുൾ ഫ്രണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആൾറെഡി ഒരു ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ കണ്ടതാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ രൂപത്തിലായിരിക്കാം. ഈ ഒരു ഏഞ്ചൽ ചിലപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ രൂപത്തിൽ നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ ബിയറാണ്. അപ്പം നിങ്ങൾ പൈസയുടെ കാര്യത്തിൽ ഇന്നൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ പൈസ വളരെ ചില ആൾക്കാർ വളരെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട്സൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സൊക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ബിസിനസ്സിൽ ഒന്നും നിങ്ങളുടെ കാശിൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വരവും ചിലവും ഒക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ ഒരു നഷ്ടം വരാമെന്നാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. നിങ്ങൾ ചിലപ്പം മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു അശ്രദ്ധ നിങ്ങൾക്കൊരു നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ഒക്ടോബർ മന്ത് വന്നിട്ടുണ്ട്. ഒക്ടോബർ മന്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം, ചിലപ്പോൾ ഒരു വിവാഹമോ ഒരു ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്ന കാര്യമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ സാധ്യതയുണ്ട് ഒക്ടോബർ മന്തിൽ. ഫെയർ മാൻ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇതൊരു ഫെയർ മാനുമായിട്ടൊരു ഡീലിങ്സ് റിലേഷൻഷിപ്പ് വരാം എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ അഡ്വൈസ് തരാനും ആയിരിക്കാം കേട്ടോ, അങ്ങനെയും വരാം. ഒരു അഡ്വൈസ് നിങ്ങൾക്ക് അങ്ങനെ ഒരാളിൽ നിന്നും കിട്ടാം എന്നും കാണുന്നുണ്ട്. ഡാർക്ക് വുമൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാരുമായിട്ട് നിങ്ങൾ പുതിയതായി ഒരു സഹകരണത്തിലേക്ക് വരുമായിരിക്കാം ഇന്നേ ദിവസം. കാരണം കുറച്ച് ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് വരുന്നു എന്ന് കാണുന്നുണ്ട്. അതിലൊരു ഫെയർ മെന്നുണ്ട്, ഫെയർ വിമനുണ്ട്, ഡാർക്ക് വിമനുണ്ട്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഇതെന്തെങ്കിലും നിങ്ങളൊരു മീറ്റിങ്ങിന് എന്തെങ്കിലും പോയി കുറച്ച് ആൾക്കാരെ പുതിയതായിട്ട് പരിചയപ്പെടുന്നതും ആകാട്ടോ. പിന്നെ ബാഗാണ്. സംതിങ് ഇമ്പോർട്ടൻറ്റ് സച്ചസ് എ ന്യൂ ജോബ് ഓർ റേസ്. ചിലപ്പം നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളൊരു പുതിയ ജോലിക്ക് ചിലപ്പം നിങ്ങൾ ഒന്ന് പോയി തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മത്സരത്തിൽ പങ്കെടുത്ത് നിങ്ങൾക്കിതൊരു സമ്മാനം കിട്ടാം, അങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഇന്നേ ദിവസം കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. പൊതുവെ എല്ലാവർക്കും വളരെ പോസിറ്റീവാണ്. ചില ആൾക്കാർക്ക് മാത്രം ചില കാര്യങ്ങളൊന്ന് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ പൈസയുടെ കാര്യത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ചതി പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫിനാൻസ് മറ്റുള്ളവരെ ആണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. പിന്നെ ഇന്നേ ദിവസം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയുള്ളൊരു ദിവസമാണ്. ബിസിനസ് നടത്തുന്നവർക്കൊക്കെ വളരെ നല്ലതായിരിക്കും. ചിലപ്പോൾ സാലറി വരുന്ന ദിവസമായിരിക്കാം. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും പൈസ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പൈസ നിങ്ങളിലേക്ക് വരുന്നു, അതിനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പം നമുക്ക് അറിഞ്ഞുകൂടല്ലോ നമുക്ക് ഏത് സമയമാണ് എന്താണ് നന്മകൾ നമ്മളിലേക്ക് വരണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ഏഞ്ചലി പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ പുതിയ തുടക്കമാണ്. നിങ്ങൾ പാസ്റ്റിലെ കുറേ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് പുതിയതായി നിങ്ങൾ പല കാര്യങ്ങളും തുടങ്ങാൻ പോകുന്നുണ്ട്. വളരെ പ്രതീക്ഷയാണ് ഇന്ന് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഫുൾഫിൽമെൻ്റ് ആണ് യൂണിവേഴ്സ് വേൾഡ് കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയുമായി ചേരുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ. ബൈ.